സുഖമോ ദേവി. നന്ദന്റെ വിവാഹത്തെ പറ്റിയാണ് ഇപ്പോൾ ചന്ദ്രോത്തെ പ്രധാന സംസാരം. ഇത് ദേവിയെ വിഷമത്തിലാക്കുന്നു. എന്നത്തേക്കാ കല്യാണം? നിശ്ചയം ഉടനെ ഉണ്ടാവുമെന്നാ പ്രഭകുഞ്ഞിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. പ്രഭക്കുഞ്ഞ് ആരാ മോള്? വേണ്ട സമയത്ത് വേണ്ടതുപോലെ എല്ലാം ചെയ്യും. മോനു വേണ്ടി പുളിങ്കൊമ്പത്തല്ലേ പ്രഭക്കുഞ്ഞ് കയറി പിടിച്ചത്. നന്ദനും മീരയുമായുള്ള വിവാഹം എങ്ങനെയും മുടക്കാനാണ് സിദ്ധാർത്ഥൻ ശ്രമിക്കുന്നത്. നന്ദന്റെ വിവാഹം എന്ന് പറയുമ്പോ നമ്മൾ മാത്രം തീരുമാനമെടുത്ത് നടത്തിയാൽ പോരല്ലോ. അവന് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയണ്ടേ? വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാൻ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നരേന്ദ്രൻ വീണ്ടും ദേവിയോട് മോശമായി പെരുമാറുന്നു. ദേവി ശക്തമായി പ്രതികരിക്കുന്നു. കൈയെടുക്ക. വെറുതെ ഷോ കാണിക്കില്ലേ? കൈയെടുക്കാനാ പറഞ്ഞേ. എന്റെ ദേഹത്തിന് കൈ വച്ച. മീരയുമായുള്ള വിവാഹകാര്യം നന്ദനോട് സംസാരിച്ച ശേഷം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന നിലപാടിലാണ് സിദ്ധാർത്ഥൻ. അവന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രം വിവാഹ കാര്യത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എതിർത്ത് പ്രഭാവതി. മീര ഇഷ്ടമല്ലെന്ന് അവൻ സിദ്ധുനോട് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാ ഈ വേവലാതി? തുടർന്ന് കാണുക. ഒരു ചടങ്ങിനായിട്ടെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കും മുമ്പ് വിവാഹകാരി അവനോട് സംസാരിക്കണം. സിദ്ധു സംസാരിച്ചേ പറ്റൂ. അതൊരു മര്യാദയാ. ഞാൻ തന്നെ അവനോട് സംസാരിച്ചോളാം. വേണ്ട, അവൻ വരട്ടെ, ഞാൻ സംസാരിച്ചോളാം. നീ ഇപ്പോഴാണോ വരുന്നത്? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞപ്പോ ലേറ്റായി. ദേവി വന്നില്ലേ? അറിയില്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എവിടെ? കുളിക്കാം. ഞാൻ കുറച്ചുമ്പോൾ വിളിച്ചിരുന്നു, താനത്തെ ഫോൺ എടുക്കാഞ്ഞേ? നന്ദു വീട്ടിൽ പോയിട്ടാണോ വന്നത്? ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ. എന്താ ദേവി? എന്താ ദേവി പ്രശ്നം? നന്ദുവിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക അമ്മ. ഇതാണോ കാര്യം? മീരയല്ലേ പെണ്ണ്? അപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? ഇതൊരു പുതിയ അറിവല്ലല്ലോ ദേവി. വളരെ നേരത്തെ തന്നെ അങ്ങനെ ഒരു സംസാരം ഉള്ളതാ. അതേക്കുറിച്ച് ഇപ്പോഴും വീട്ടിൽ പറഞ്ഞാണ്. സംസാരം മാത്രമല്ല, പിന്നെ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും കൂടി നീക്കി തുടങ്ങി. എന്നുവെച്ചാ? എടോ, എന്താ ഉണ്ടായത്? തെളിച്ചു പറ. ജോത്സ്യർ വന്ന് എന്തൊക്കെയോ നോക്കി തീരുമാനിച്ചിട്ടുണ്ട്. എടാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാ ഞാൻ സമ്മതിക്കോ? എനിക്കതിന് കഴിയോ? വീട്ടിൽ ചെല്ലുമ്പോ പറയും. ഇല്ല, ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് നന്ദന്റെ തീരുമാനം. പക്ഷെ അമ്മ ഒരു കാര്യം തീരുമാനിച്ച എന്താന്നും പറയട്ടെ. മീര ഞാൻ നല്ല ഫ്രണ്ട്സാ. അതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. മീരയ്ക്ക് എങ്ങനെ അല്ലെങ്കിലോ? മീരയ്ക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉള്ളെന്ന് എന്റെ വിശ്വാസം. അതെ,
അങ്ങനെ അവളും കണ്ടിട്ടുള്ളൂ. നന്ദൻ പറഞ്ഞത് സത്യം. ഇവര് തമ്മിൽ വളരെ അടുത്ത ഇടപഴകുന്നത്. മറ്റുള്ളവരുടെ നോട്ടത്തിന് അതിന് വേറൊരു അർത്ഥം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മീരയുടെ സമ്മതമില്ലാതെ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കോ? അത് അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു? വിവാഹം ഉടനെ നടത്തണമെന്ന് മീരയുടെ അച്ഛനമ്മയ്ക്ക് നിർബന്ധം. അത് മീര സമ്മതിച്ചുകൊണ്ട് തന്നെയല്ലേ? അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. മീരയുടെ സമ്മതമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അഥവാ മീര സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നിനക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും? അതാ അറിയേണ്ടത്. എന്റെ സമ്മതമില്ലാതെ എന്റെ വിവാഹം നടത്താൻ പറ്റുമോ? അമ്മ അങ്ങനെ തീരുമാനിച്ചാലോ? എതിർത്താലും എന്റെ കാര്യങ്ങൾ അമ്മയോട് പറയാൻ നന്ദന് കഴിയോ? എന്താ ഒന്നും പറയാത്തെ? എടാ നന്ദൻ, നീ എന്താ ഒന്നും പറയാത്തെ? ദേവി, ദേവി ഒന്ന് നിൽക്കേ. ദേവിയെ ചോദിച്ചതിന് നീ എന്താ ഒന്ന് മറുപടി പറയാത്തെ? എടാ, ഞാനപ്പോ കാര്യങ്ങൾ അറിയുമ്പോ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നിന്നുപോയതാ. ദേവിയുടെ കഴുത്തിൽ താലി ചാർത്തി എനിക്ക് മറ്റൊരു പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? എടാ, ഇവിടെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നിന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോവും. പിന്നെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാതാവും. നിനക്ക് മാത്രമല്ല, എനിക്കും. അതുകൊണ്ട് ദേവികയുടെ കാര്യം നീ ഇന്ന് തന്നെ വീട്ടിൽ പറഞ്ഞേ പറ്റൂ. നന്ദ, നീ ദിവസവും ഓഫീസിൽ പോകുന്നു വരുന്നു. കമ്പനിയുടെ ഒരു കാര്യവും എന്നോടോ സിദ്ധുവിനോടോ ഡിസ്കസ് ചെയ്യുകയോ പറയുകയോ ചെയ്യാറില്ല. എന്താ അങ്ങനെ? അച്ഛനമ്മ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ. അതുപോലെയല്ല നിന്നിലൂടെ കാര്യങ്ങൾ അറിയുന്നത്. ഇന്നലെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. നീ അതേപ്പറ്റി പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇൻസ്പെക്ഷൻ ഓക്കെയാണ്, റോങ് ആയിട്ടൊന്നുമില്ല. റിസൾട്ട് മെയിലിൽ കിട്ടും. നീ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതോർമ്മ വേണം. നിക്ക്. ബലരാമനും ഫാമിലിയും UK-യിൽ നിന്നും നാളെ എത്തും. നീ അതറിഞ്ഞില്ലേ? ഇല്ല. മീര നിനക്ക് മെസ്സേജ് അയച്ചു കാണണമല്ലോ. ആ, സിദ്ധു ഇന്ന് ജ്യോത്സ്യരെ വിളിച്ച് നിങ്ങളുടെ ജാതകപ്പൊരുത്തം നോക്കിച്ചു.
അധികം വൈകാതെ എൻഗേജ്മെന്റ് നടത്തണമെന്നാ ബലരാമൻ സിദ്ധുവിനോട് പറഞ്ഞിരിക്കുന്നത്. പൊരുത്തം നോക്കിട്ട് എങ്ങനെയുണ്ട്? നല്ല ചേർച്ചയാ. ഇവന്റെ വിവാഹം നടക്കാനുള്ള നല്ല ടൈമായിപ്പോ. 6 മാസം കൂടി കഴിഞ്ഞാ പിന്നെ വിവാഹം നടക്കണമെങ്കിൽ 45 വയസ്സ് കഴിയണം. എന്നോടൊന്ന് ചോദിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതിലിപ്പോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യം എന്താ? ഇതൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ? അത് നിനക്കും അറിയാവുന്നതാണല്ലോ. എന്താടാ, നിനക്കെന്തോ ഒരു ഇഷ്ടക്കേട് പോലെ? എന്തിഷ്ടക്കേട്? ജോത്സ്യരെ വിളിച്ച് നോക്കിച്ചത് അവനോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഗ്രഹനില തമ്മിൽ ചേരുവെന്ന ആദ്യം അറിയേണ്ടത്. ചേരാത്തതാണെങ്കിൽ പിന്നെ മുന്നോട്ട് പോവേണ്ട കാര്യമില്ലല്ലോ. നല്ല പൊരുത്തമാണെന്നും വിവാഹം നടത്താമെന്നും പണിക്കര് പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പൊ നിന്നോട് പറഞ്ഞത്. അവനെന്തോ ഒരു ഇഷ്ടക്കേട് പോലെ? എന്തിഷ്ടക്കേട്? മീരയുമായുള്ള വിവാഹത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അതിവൻ നേരത്തെ പറയുമായിരുന്നല്ലോ. ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ തവണ അവര് വന്നപ്പോഴും ഇവര് രണ്ടുപേരും കൂടിയല്ലേ കറങ്ങിയത് മുഴുവൻ. ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പോവോ? അവന്റെ സംസാരം കേട്ടപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ എൻഗേജ്മെന്റ്, 6 മാസത്തിനുള്ളിൽ വിവാഹം, അങ്ങനെയാ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എന്താ കാര്യം? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പോ സ്നേഹമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാര്യം? ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് മീരെ കാണാൻ പറ്റില്ല. ഓ, ഇതാണോ? ഞാനും അങ്ങ് പേടിച്ചു പോയി. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ വേറെന്തോ പ്രശ്നമുണ്ടെന്നാ കരുതിയത്. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോ ആ സമയത്ത് അങ്ങനെ തന്നെ പോണം. അതിന് വേറൊരു കാഴ്ചപ്പാട് വരുമ്പോ ആ രീതിയിൽ കാണണം. പരസ്പരം നല്ലതുപോലെ മനസ്സിലാക്കിയവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴാ ലൈഫ് സക്സസ് ആവുന്നത്. എന്റെ ജീവിതം അടിച്ചുടച്ചപ്പോ അമ്മയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. നീയും മീരയും പരസ്പരം നല്ലപോലെ മനസ്സിലാക്കിയവരാ. ഒരു നല്ല ഭാര്യ എപ്പോഴും നല്ലൊരു സുഹൃത്തും കൂടിയാവണം. ആ കാര്യത്തിലും മീര മുന്നിൽ തന്നെയാ. അതും നിനക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. മീരെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതെന്താ കുട്ടിക്കളിയാ? തോന്നുമ്പോ തോന്നുന്ന രീതി പറയാൻ. ഉത്തരവാദിത്തപ്പെട്ടവര് തമ്മിൽ പറഞ്ഞുറപ്പിച്ച കാര്യം ഇത്. നീ വാക്ക് മാറ്റുന്നത് പോലെ ഞങ്ങൾക്കങ്ങനെ പറയാൻ പറ്റില്ല. മീരെ വിവാഹം കഴിച്ചോളാന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? പറയാതെ തന്നെ നിന്റെ സമ്മതം എല്ലാവർക്കും മനസ്സിലായല്ലോ. സമ്മതമായതുകൊണ്ടാണല്ലോ നീ ഒന്നും പറയാതിരുന്നത്. നിനക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. നിന്റെ സ്വഭാവമാണ് ഇവനെന്ന് കരുതിയോ? അങ്ങനെ ഒരു നാണക്കേട് എന്റെ മോന് ഒരിക്കലും ഉണ്ടാക്കത്തില്ല. അതിന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ ഒരു നിസ്സാര കാര്യം പറഞ്ഞ് ബലരാമനുമായി തെറ്റിപ്പിരിയാൻ എനിക്കും സിദ്ധുവിനും കഴിയില്ല. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല തകരുന്നത്, വലിയൊരു ബിസിനസ് കൂടിയാണെന്ന് ഓർമ്മ വേണം. നിന്റെ ജീവിതത്തിൽ മീരയല്ലാതെ മറ്റൊരു പെൺകുട്ടി കടന്നു വരില്ല. കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ
അത് നീ കെട്ടുന്ന താലി മാത്രമായിരിക്കും. പ്രഭാവതിയാ പറയുന്നേ. എടാ മാറിക്കങ്ങോട്ട്. അമ്മേ, അമ്മേ, അമ്മേ ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ അമ്മേ. നന്ദിനി വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അമ്മ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? ഇത് തന്നെ നടത്തണമെന്ന് അമ്മ എന്തിനാ വാശി പിടിക്കുന്നേ? ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. എന്താ വേണ്ടതെന്ന് ഞാനും സിദ്ധുവും കൂടി തീരുമാനിച്ചോളാം. അങ്ങനെ തീരുമാനിച്ചതിന്റെ ഫലവാ ഞാനിപ്പോ അനുഭവിക്കുന്നേ. ജീവിത അവസാനം വരെ അത് ചുമക്കേണ്ട ഗതികേടാ എനിക്കിപ്പോ ഉള്ളത്. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? എന്റെ ഇഷ്ടത്തെ അച്ഛനും അമ്മയും കൂടി ഒരിക്കൽ തള്ളിക്കളഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം എന്റെ മേൽ അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നത്. നിന്നെ കോളേജിൽ അയച്ചത് പഠിക്കാനോ പ്രേമിക്കാനോ? പറയടി. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ നിന്നെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് മട്ടിൽ പുറന്തള്ളിയിരുന്നെങ്കിൽ നീയും അവനും കൂടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞേനെ. അങ്ങനെ ചെയ്യാതിരുന്നത് എന്റെ തെറ്റ്. അതുകൊണ്ടാ നീ ഇന്നും അന്തസ്സായിട്ട് ജീവിക്കുന്നത്. തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. അത് അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ. സ്വന്തം ജീവിതം സ്വയം നശിപ്പിച്ച നിനക്കത് മനസ്സിലാവില്ല. മേലിൽ ആവശ്യമില്ലാതെ ശബ്ദിച്ചു പോകരുത്. ഏയ്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. CM വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏയ് വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരോടിപ്പോ വരണ്ടെന്ന് പറ. ബാക്കിയൊക്കെ ഞാൻ അങ്ങോട്ട് വന്നിട്ട്. ആ അത് മതി. ശരിയെന്നാ. എന്തായി? അവനോട് സംസാരിച്ചോ? സംസാരിച്ചു. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. എന്നിട്ട് അവനെന്താ പറഞ്ഞത്? മീരെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന്. എന്ന് വെച്ചാ? ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അല്ല, അവൻ പറഞ്ഞത്? ആ, അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട. വിവാഹത്തോടെ എല്ലാം ശരിയായിക്കോളും. അതവൻ വെറുതെ പറഞ്ഞതല്ലോ. അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് അവനങ്ങനെ മീരയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ബന്ധം ഉപേക്ഷിക്കണോ? അപ്പൊ അവന്റെ ലൈഫ് എന്താകും? അത് തകരട്ടെ എന്നാണോ? മീരയോട് അവന് നല്ല സൗഹൃദമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവളോട് അവന് ദേഷ്യമോ വെറുപ്പോ ഇഷ്ടക്കേടോ ഒന്നുമില്ലാന്നല്ലേ? ഇതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് വിവാഹം കഴിഞ്ഞാൽ അവളെ ഭാര്യയായി കാണാനും അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, പക്ഷെ അനുഭവിക്കുന്ന അവനല്ലേ. അത് നമ്മളും കൂടി നോക്കണ്ടേ? അവന്റെ ജീവിതം തകർന്ന നമ്മൾ ഈ നേടുന്നൊക്കെ ആർക്ക് വേണ്ടിയാ? ഈ ബന്ധം നടന്നാൽ അവന്റെ ജീവിതം തകർന്നു പോകുന്നു എന്താ ഇത്ര ഉറപ്പ്? ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ അവന്റെ ജീവിതം ശോഭനമാവുമെന്ന് സിദ്ധുവിന് തോന്നുന്നുണ്ടോ? പക്വതയില്ലാതെ അവൻ പറയുന്നതൊക്കെ കണക്കിലെടുത്താൽ ഭവിഷ്യത്തുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും.
അതൊക്കെ സ്വയം നേരിടേണ്ടിയും വരും. ഒരു ഉത്തരവാദിത്വവും ഞാൻ ഏൽക്കുകയില്ല. ഇനി പറ, ഈ ബന്ധം ഉപേക്ഷിക്കണോ? ബിസിനസ് വെട്ടിമുറിക്കണോ? സിദ്ധുവിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇല്ലാതാക്കണോ? എന്തു വേണമെന്ന് സിദ്ധുവിന് തന്നെ തീരുമാനിക്കാം. ഞാൻ എതിർക്കില്ല. ഇതിന് മാത്രമല്ല, ഇനി ഒരു കാര്യത്തിനും. ഇന്ന് ഈ നിമിഷം മുതൽ എല്ലാത്തിൽ നിന്നും ഞാൻ പിന്മാറും. നാളെ ബലരാമൻ വരുമ്പോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് സംസാരിച്ചോ. കാഴ്ചക്കാരിയായി മാത്രം ഞാൻ നിൽക്കും. താനിങ്ങനെയൊക്കെ ഇതെന്റെ തീരുമാനം. നന്ദന്റെ ഇഷ്ടങ്ങൾക്ക് നിന്നുകൊടുത്ത് അവന്റെ ജീവിതം തൊലച്ചാൽ സിദ്ധു ആകും അതിന്റെ ഉത്തരവാദി. സിദ്ധു മാത്രം.